ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങളാണ്. ഈ വേദഭാഗത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അത്ഭുതങ്ങൾ, യേശു ചെയ്തതായിരിക്കുന്ന അത്ഭുത രോഗസൗഖ്യങ്ങളെ കുറിച്ചാണ് നാം പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, യേശു ഒരുപാട് രോഗികളെ സൗഖ്യമാക്കിയതായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട, അതിൻ്റെ പ്രത്യേക പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ നിലയിൽ അത് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിയാട്ടെ, മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്കറിയാം. മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത, മത്തായി യേശുവിനെ അവതരിപ്പിക്കുന്നത് രാജാവായിട്ടാണ്, അല്ലെ? മത്തായി യേശുവിനെ രാജാവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. മർക്കോസോ മർക്കോസ് ദാസനായിട്ട് അവതരിപ്പിക്കുന്നു. ലൂക്കോസ് ഒരു വൈദ്യനാണ്, പക്ഷെ യേശുവിനെ വൈദ്യനായിട്ടല്ല അവതരിപ്പിക്കുന്നത്. ലൂക്കോസ് യേശുവിനെ അവതരിപ്പിക്കുന്നത് മനുഷ്യപുത്രനായിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം ദൈവപുത്രനായ ക്രിസ്തു. ഇതിൽ മത്തായി യേശുവിനെ രാജാവായിട്ട് അവതരിപ്പിക്കുകയാണ്. 1-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ പല രീതിയിലൂടെ അത് മത്തായി അവതരിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഏറ്റവും ആദ്യം യേശുവിന്റെ വംശാവലി പറഞ്ഞു. നമ്മൾ ഓർക്കുന്നുണ്ടാകും, അബ്രഹാമിന്റെ മകനായി, ദാവീദിന്റെ മകനായി, യേശു ക്രിസ്തുവിന്റെ വംശാവലി. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ദാവീദ് രാജാവിന്റെ വംശാവലിയിലാണ് യേശു ജനിച്ചതെന്നാണ് ആ വംശാവലിയിലൂടെ ആര് പഠിപ്പിച്ചത്? മത്തായി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വിദ്വാൻമാര് വന്ന് ഹെരോദാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എന്റെ കൂടെ ഉണ്ടോ? എവിടെ? അപ്പോൾ യേശുവിന്റെ ജനനത്തിലൂടെ തന്നെ അവൻ രാജാവാകുന്നു എന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് യേശു ക്രിസ്തുവിന്റെ സ്നാനവും യേശു പരീക്ഷിക്കപ്പെടുന്നതുമാണ്. അവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു ആ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം പരീക്ഷിക്കപ്പെടുന്നു, പരീക്ഷയിൽ വിജയിക്കുന്നു. അതിനുശേഷം യേശു സ്നാനപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞാൽ ധാർമ്മികമായി അവൻ ആ രാജാവ് എന്ന സ്ഥാനത്തിന് യോഗ്യനാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് യോഹന്നാൻ സ്നാപകൻ യേശുവിന് മുൻപായിട്ട് വഴി കാണിക്കുന്നവനായിട്ട് നമുക്ക് പഠിക്കാനായിട്ടിടയായി തീർന്നു. പിന്നീട് നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവരാജ്യം, തന്റെ രാജ്യം എങ്ങനെയുള്ള രാജ്യമാണെന്ന് യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിലൂടെ പഠിപ്പിക്കുകയാണ്. 5ഉം 6ഉം 7ഉം അധ്യായം. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു എന്ന രാജാവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ, യേശു ക്രിസ്തുവിന്റെ ധാർമ്മിക മൂല്യങ്ങളിലൂടെ, യേശു ക്രിസ്തുവിന് മുമ്പായി, ഇല്ലേ, രാജാക്കന്മാർ പോകുന്നതിന് മുമ്പ് ഇതാ രാജാവ് വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അനൗൺസ് ചെയ്തു പോകുന്നത് പോലെ യോഹന്നാൻ അനൗൺസ് ചെയ്തു പോയി. അതിനുശേഷം യേശു പഠിപ്പിക്കുകയാണ് എന്താണ് തന്റെ രാജ്യത്തിന്റെ നിയമവും ചട്ടങ്ങളും. അത് ഗിരിപ്രഭാഷണത്തിലൂടെ പഠിപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം യേശു ക്രിസ്തുവിന്റെ ആധികാരികതയാണ് 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ യേശു ക്രിസ്തു തന്നെയാണ് ഈ രാജാവ്, വരുവാനുള്ള മശിഹ യേശു തന്നെയാണ് എന്നുള്ളതിന് ചില തെളിവുകൾ ഇവിടെ മത്തായി എഴുതുകയാണ്. അതിന് അങ്ങനെ പറയാനൊരു കാരണം നമുക്കറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ 5ഉം 6ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? യെശയ്യാവ് 35-ന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല, മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മശിഹായെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പറയുമ്പോൾ അവിടെ വളരെ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളാണ്. കുരുടന്മാർക്ക് കാഴ്ച കിട്ടുന്നത്, ചെകിടന്മാർക്ക് ചെവി കേൾക്കുന്നത്,
മുടന്തന്മാർ മാനിനെ പോലെ ചാടുന്നത്, ഊമന്റെ നാവ് ഉല്ലസിച്ചു ഘോഷിക്കും. എന്ന് പറഞ്ഞാൽ ഈ രോഗികളെ സൗഖ്യമാക്കുന്ന മശിഹായെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ വളരെ കൃത്യമായി പ്രവചിക്കുന്നത്. അങ്ങനെ പ്രവചിച്ചതായ സമയത്ത് അതിന്റെ ഒരു തെളിവാണ്, അല്ലെങ്കിൽ അത് സംഭവിച്ചു എന്നാണ് മത്തായി 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലൂടെ പഠിപ്പിക്കാനായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഈ മത്തായി എഴുതിയ സുവിശേഷം ആർക്ക് വേണ്ടിയാ മത്തായി സുവിശേഷം എഴുതിയ? യഹൂദന്മാർക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ യഹൂദന്മാരെ അഡ്രസ് ചെയ്തുകൊണ്ടാണ്, യഹൂദന്മാരെ എന്ന് വിളിച്ചല്ല എഴുതിയത്, പക്ഷെ യഹൂദന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മത്തായി എന്ത് ചെയ്തത്? ഈ സുവിശേഷം എഴുതിയത്. അപ്പോൾ യഹൂദന്മാർക്ക് യെശയ്യാ പ്രവചനം അറിയാം. അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു, മത്തായിയുടെ സുവിശേഷത്തിൽ അനേക പ്രാവശ്യം പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്തതുപോലെ, അല്ലെങ്കിൽ മീഖാ പ്രവാചകൻ അരുളി ചെയ്തതുപോലെ എന്നൊക്കെ, അല്ലെങ്കിൽ യോനായുടെ അടയാളം, അതൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ഇനി പിന്നീട് അതിനെ കുറിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു വന്നതിന്റെ കാരണം യഹൂദന്മാർക്ക് യേശു തന്നെയാണ് മശിഹ എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, അല്ലെങ്കിൽ പഠിച്ചതാണ്: യേശുവിന്റെ ശുശ്രൂഷയിൽ ഉപദേശിക്കുക, പ്രസംഗിക്കുക, പഠിപ്പിക്കുക, രോഗികളെ സൗഖ്യമാക്കുക എന്നുള്ളത് യേശുവിന്റെ ശുശ്രൂഷയുടെ ഭാഗമാണ്. എന്താ നമ്മളോട് വായിക്കുന്നത്? പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പോൾ യേശുവിന്റെ ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട 2 ഡയമെൻഷൻസ് ആണ്. ഒന്ന് ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ്, 2 ഹീലിംഗ്. പഠിപ്പിക്കുക അല്ലെങ്കിൽ പ്രസംഗിക്കുക, 2 സൗഖ്യമാക്കുക. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ യേശു എന്ത് ചെയ്യുകയായിരുന്നു? പഠിപ്പിക്കുകയായിരുന്നു, പ്രസംഗിക്കുകയായിരുന്നു. എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് യേശുവിന്റെ ഈ സൗഖ്യമാക്കുന്നതായ ശുശ്രൂഷയാണ്. അതിൽ കുറച്ച് നീണ്ട മുഖവുരയാണ് കേട്ടോ. കാരണം നമ്മളൊരു ഗ്യാപ്പിന് ശേഷം മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വന്നതുകൊണ്ട് ഒരല്പം ദീർഘമായ മുഖവുര പറഞ്ഞേ പറ്റുള്ളൂ. ബോറടിക്കോ? ഇനി അഥവാ ബോറടിക്കുമെങ്കിൽ എങ്ങനെ പറയുമല്ലേ? 8ഉം 9ഉം അധ്യായങ്ങളിലാണ് ഈ അത്ഭുതങ്ങൾ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ യെശയ്യാ പ്രവചനം 35-ന്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ കണ്ടതുപോലെ ഉള്ളതായിരിക്കുന്ന അത്ഭുതങ്ങൾ ഈ 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലുമായിട്ട് മത്തായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അത് രേഖപ്പെടുത്തിയത്? യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ അവന്റെ അത്ഭുത പ്രവർത്തികളിലൂടെ ആധികാരികമാണെന്ന് തെളിയിക്കുകയാണ്. എന്തിനാണ് ഈ അത്ഭുത അടയാളം ചെയ്യുന്നത്? എന്തിനാ ഈ അത്ഭുത അടയാളം? യേശു വലിയ ആളാന്ന് കാണിക്കാനല്ല, പിന്നെ എന്തിനാ? ഇത് യേശുവിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഈ ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു അതിന്റെ കാരണം? ഇവര് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോ ഈ അത്ഭുത പ്രവർത്തികൾ ഒരു കാര്യം ലോകത്തോട് വിളിച്ചു പറയുകയാണ്: ഇവരാരാണ്? ഇവര് ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനത്തെ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? അവര് പ്രസംഗിക്കുന്ന വചനം ദൈവവചനമാണെന്ന് തെളിയിക്കപ്പെടാൻ വേണ്ടിയാണ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അത് ഉറപ്പിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യം നമ്മളത് വായിക്കുന്നുണ്ട് ഇല്ലേ? ഓർക്കുന്നുണ്ടോ? ദൂതന്മാർ മുഖാന്തരം മുൻകൂട്ടി, ആരോർക്കാനല്ലേ? ദൂതന്മാർ മുഖാന്തരം അത് അരുളി ചെയ്തു, പിന്നീട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചു തന്നു. നമ്മളവിടെ വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തും നമ്മളത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ യേശുവിന്റെ ഈ അടയാളങ്ങൾ, യേശുവിന്റെ ഈ അത്ഭുതങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? എന്താണ് തെളിയിക്കുന്നത്? അവൻ മശിഹയാണ് എന്നുള്ളതിന്റെ ഒരു ആധികാരികമായിരിക്കുന്ന തെളിവാണ്. ഇവിടെ 10 അത്ഭുതങ്ങളാണ് ഈ 8ഉം 9ഉം അധ്യായങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അതിൽ 9 വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരത്ഭുതം പൊതുവായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ദീനക്കാരെയൊക്കെ കൊണ്ടുവന്ന് സൗഖ്യമാക്കി. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് കാണും. ഓക്കെ, അപ്പോ ഈ 10 അത്ഭുതങ്ങൾ, ഈ 10ന് വല്ല പ്രസക്തിയുണ്ടോ? മെസ്സിയുടെ ജേഴ്സി നമ്പർ ആണെന്ന് ആരും പറയൂലല്ലോ. ഈ 10 നമുക്കറിയാം. മോശ 10 ബാധകൾ മോശയിലൂടെ ദൈവം മിസ്രയീമിൽ അയച്ചു. ആ 10 ബാധകളിലൂടെയാണ് ഫറവോന് ബോധ്യപ്പെട്ടത് ഈ പുള്ളി ദൈവത്താൽ അയക്കപ്പെട്ടതാണ്. ഇതുപോലെ യേശു ചെയ്തതായിരിക്കുന്ന 10 അത്ഭുത പ്രവർത്തികൾ മത്തായി ഇവിടെ വിവരിച്ചെഴുതിക്കൊണ്ട് പറയുകയാണ്, ഈ യേശുവാണ് ദൈവത്താൽ അയക്കപ്പെട്ട മശിഹ. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഒരു യഹൂദനാണ് അത് കൂടുതൽ പ്രസക്തി. കാരണം അവരാണ് തങ്ങൾ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണ്. മോശയിലൂടെ ചെയ്ത 10 അത്ഭുത പ്രവർത്തികളെ കുറിച്ചൊക്കെ അറിയാവുന്നവർ. അപ്പൊ അവരുടെ മുമ്പിൽ ഈ 10 അത്ഭുത പ്രവർത്തികളെ വിവരിച്ചു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? തെളിയിക്കുകയാണ് ഈ യേശു തന്നെയാണ് മശിഹ എന്നുള്ളത്. ഇനി ഈ അത്ഭുതങ്ങളുടെ ഒരു പ്രത്യേകത, ഇത് ഈ സംഭവിച്ച ക്രമത്തിലൊന്നും അല്ല മത്തായി എഴുതിയിരിക്കുന്നത്. മത്തായി ഇത് എഴുതിയിരിക്കുന്നത് ഈ ആശയം പ്രസന്റ് ചെയ്യാൻ വേണ്ടി, അതായത് യേശുവാണ് മശിഹ എന്നുള്ളത് അവതരിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ക്രമം ഫോളോ ചെയ്യുകയാണ്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഈ ഓർഡറിലല്ല അത്ഭുതങ്ങൾ എഴുതി നടന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പം യോഹന്നാന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും എന്താണോ പറയുന്നത് അതിനെ അടിസ്ഥാനമായി ഒരു അത്ഭുതം വിവരിക്കുകയാണ്. യേശു ഞാൻ ജീവന്റെ അപ്പം ആകുന്നു എന്ന് പറഞ്ഞതിന് മുമ്പ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഒരാൾ അത്ഭുതം ചെയ്യുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ യേശു അവിടെ പിറവിയിലെ കുരുടനായ മനുഷ്യന് കാഴ്ച കൊടുക്കുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം. ഇവിടെ യേശു തന്നെയാണ് മശിഹ എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ക്രമത്തിലാണ് ഈ അത്ഭുതങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യരുത്, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ അത്ഭുതം തിരിച്ചാണല്ലോ എഴുതിയിരിക്കുന്നത്, ഇതാണല്ലോ ആദ്യം എഴുതിയത് എന്ന് വിചാരിക്കേണ്ട. അത്ഭുതങ്ങളുടെ ക്രമം മത്തായിയുടെ സുവിശേഷത്തിൽ മാറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ്? യേശുവാണ് മശിഹ എന്ന പ്രബന്ധം അവതരിപ്പിക്കുകയാണ്. അപ്പൊ അതിന് അവതരിപ്പിക്കുന്ന ആ ആശയത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ചില ആൾക്കാർ പറയും, കണ്ടോ ബൈബിളിൽ മൊത്തം കോൺട്രഡിക്ഷൻ ആണ്, ഇത് വായിച്ചേച്ചു പറയും. ഒരാൾ അവിടെ ഒരാൾ ഇവിടെ. കാരണം ഇത് രണ്ടും 2 ഉദ്ദേശത്തോടെയാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇനി നമ്മുടെ ആ വേദഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് 1 മുതൽ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈ അത്ഭുതങ്ങളെ ആണ് നമുക്കറിയാം. ഇവിടെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ സൗഖ്യമാക്കുന്ന അത്ഭുതങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നുണ്ട്, ഒരു ശതാധിപന്റെ ദാസനെ സൗഖ്യമാക്കുന്നുണ്ട്. പിന്നീട് അവിടെ ഒരു അത്ഭുതം കൂടെ പറയുന്നുണ്ട്. ഏതാണെന്ന് അറിയാമോ? പത്രോസിന്റെ അമ്മാവി അമ്മയെ സൗഖ്യമാക്കുന്നുണ്ട്. ഇതാണ് ഈ 3 അത്ഭുതങ്ങളാണ് 8-ന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. എന്നാൽ 8-ന്റെ 23 മുതൽ 9-ന്റെ 8 വരെ, അപ്പൊ 8-ന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യം ഞാൻ പറഞ്ഞില്ല അല്ലെ? അത് ഞാൻ പറയാം. ഞാൻ പറയുന്നതിനൊരു പ്രസക്തി ഉണ്ട്. അതുകൊണ്ടാണ് 8-ന്റെ 23 മുതൽ 9-ന്റെ 8 വരെ യേശു തന്റെ ശക്തിയെ വെളിപ്പെടുത്തുകയാണ്. താൻ ആരാണ്? കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കിക്കൊണ്ട് അത്ഭുത പ്രവർത്തികളിലൂടെ താൻ ആരാണ് എന്നുള്ളത്, തന്റെ ശക്തിയെ തെളിയിക്കുന്നതായ ചില അത്ഭുതങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 9-ാം അധ്യായത്തിന്റെ 18 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ആക്ട്സ് ഓഫ് റിസ്റ്റോറേഷൻ, അവിടെ ചില സംഭവങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. അത് ചില യഥാസ്ഥാനപ്പെടുത്തലുകളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഈ 3 ഞാൻ തിരിച്ചതില് ചില ഗ്യാപ്പുകളുണ്ട് അല്ലേ? 8-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെ, 9-ാം അധ്യായത്തിന്റെ 9 മുതൽ 17 വരെയൊക്കെ ഒരു ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. അതുപോലെ 9-ാം അധ്യായത്തിന്റെ 34 കഴിഞ്ഞിട്ടും ചില വാക്യങ്ങൾ അവിടെ ഉണ്ട്.
ഇത് വാസ്തവത്തിൽ ഈ ഓരോ ഗ്രൂപ്പും കഴിഞ്ഞിട്ടുള്ള ജനത്തിന്റെ റിയാക്ഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ജനം എങ്ങനെയാണ് ഈ അത്ഭുതങ്ങളോട് പ്രതികരിച്ചത്? ഒന്നാമത് 8:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഒരു ശാസ്ത്രി വന്നിട്ട് യേശുവിനെ അനുഗമിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ചിന്തിക്കാൻ പോകുന്നത്. 9:8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ എന്താ കാണുന്നത്? അവിടെ പുരുഷാരൻ യേശുവിന്റെ ഈ അത്ഭുത പ്രവൃത്തിയെ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതിനെ തുടർന്നുള്ള ചില സംഭവങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം 9:33 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഭൂതത്തെ പുറത്താക്കിയ ശേഷം പരീശന്മാരെങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ചില കട്ടിയായി പോയോ? ഇല്ല. അപ്പോൾ ഈ 8ഉം 9ഉം അധ്യായങ്ങളെ പ്രധാനമായും യേശുവിന്റെ സൗഖ്യം, യേശുവിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നു, യേശു യഥാസ്ഥാനപ്പെടുത്തുന്നു. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും പഠിപ്പിക്കുന്നത്. എന്നാൽ ഇത് ഈ 3ന്റെയും ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ റിയാക്ഷൻ, അതിനോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ച്. ഈ അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ശാസ്ത്രികൾ വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് നിന്റെ പുറകെ വരാൻ താല്പര്യമുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത്. പിന്നീട് നമ്മൾ ഈ ശക്തിയെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെയും ഒരു പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും അവസാനം ജനം വിശ്വസിക്കാൻ തയ്യാറായി, ജനം അതിശയിച്ചു, പുരുഷാരം അതിശയിച്ചു. പക്ഷെ പരീശന്മാര് പറയുകയാണ്, ഇവൻ ഈ ഭൂതങ്ങളുടെ തലവനായ ബയൽസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞു. അയ്യോ, തലപെരുത്തോ? എന്റെ ക്ലാസ് ഇച്ചിരി കട്ടിയാന്ന് എന്നോട് എല്ലാവരും ഈയിടെയായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കൂടെ ചോദിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ വേദഭാഗത്തേക്ക് വരാം. ഇപ്പോഴാണ് നമ്മൾ എവിടെ കയറുന്നത്? വാക്യങ്ങളിലേക്ക്, 8ാം അധ്യായത്തിന്റെ വാക്യങ്ങളിലേക്ക് കയറുന്നത്. നമുക്ക് ആ വേദഭാഗം ഒന്ന് എടുക്കാം. 8ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, 3 അത്ഭുത പ്രവർത്തികളാണ് അവിടെ സംഭവിക്കുന്നത്. ആദ്യം ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ശതാധിപന്റെ ദാസനെ സൗഖ്യമാക്കുന്നു. അത് കഴിഞ്ഞിട്ട് പത്രോസിന്റെ അമ്മാവിയമ്മയെ. ഈ 3 പേർക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഈ 3 പേരും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നവരുടെ കൂട്ടത്തിലുള്ളവരാണ്. ഒന്ന് ഒരു കുഷ്ഠരോഗിയാണ്. എന്താ കുഷ്ഠരോഗിയെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, കുഷ്ഠരോഗി ഒരു കുഷ്ഠരോഗി എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമുണ്ട്, അശുദ്ധൻ അശുദ്ധൻ അശുദ്ധൻ. കാരണം അന്ന് പഴയ നിയമത്തിൽ നമുക്കറിയാം, ഒരു കുഷ്ഠരോഗിയെ അശുദ്ധൻ എന്നാണ് എണ്ണുന്നത്. അവന് മറ്റുള്ളവർ പാർക്കുന്നതിന്റെ കൂടെ താമസിക്കാനായിട്ട് അനുവാദമില്ല. അവൻ യേശുവിന്റെ കാലമൊക്കെ ആയപ്പോഴേക്കും യഹൂദന്മാര് ഒരു കുഷ്ഠരോഗിയുമായി 100 അടി അകലം സൂക്ഷിക്കണമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. റബിമാരൊക്കെ ഈ കാറ്റ് വീശുമ്പോ ഒരു കുഷ്ഠരോഗി നിൽക്കുന്ന ദിശയിൽ നിന്നാണ് കാറ്റ് വരുന്നതെങ്കിൽ അവർ അശുദ്ധരായി എന്നാണ് സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ദിശയിൽ ഒരു കുഷ്ഠരോഗി നിൽക്കുകയാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു കാറ്റ് വീശിയാൽ റബി വിചാരിച്ചു താൻ അശുദ്ധനായി. കാരണം എന്നാ? ആ കുഷ്ഠരോഗിയെ അടിച്ച കാറ്റാണ് എന്നെയും വന്ന് അടിച്ചത്. എന്തിനാ ഒരു കുഷ്ഠരോഗി നോക്കുന്നത് പോലും, ഒരു കുഷ്ഠരോഗി ഒരു റബിയെ നോക്കിയാൽ പോലും അശുദ്ധനാണെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം, അല്ലെങ്കിൽ കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് യേശു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത്. രണ്ടാമത്, ജാതികളിൽ നിന്നുള്ള ശതാധിപൻ എന്ന് പറഞ്ഞാൽ റോമാക്കാരനാണ്. ഈ റോമാക്കാരനായ ശതാധിപന്റെ ദാസൻ, അവന്റെ ഒരാവശ്യം പ്രമാണിച്ച് യേശു അവനെ സൗഖ്യമാക്കുകയാണ്. നമ്മളത് വിശദമായി കാണും. നമുക്കറിയാം, യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതിയിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നായ്ക്കളെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ജാതികളിൽ നിന്നുള്ളവരെ യഹൂദന്മാർ വിളിച്ചുകൊണ്ടിരുന്നത് നായ്ക്കളെന്ന്. അതുകൊണ്ടാണ് ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്ക്, നമ്മളിനി അതിനെ കുറിച്ച് പഠിക്കും, ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്ക് വരുമ്പോ യേശു പറയുന്നുണ്ട്,
മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുക. കാരണം അത് യഹൂദന്റെ പെർസ്പെക്റ്റീവാണ് യേശു പറഞ്ഞത്. കാരണം അന്നത്തെ യഹൂദന്മാർ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ കൾച്ചറൽ ഡിഫറൻസ് ആണ്. മൂന്നാമത് യേശു സൗഖ്യമാക്കിയത് പത്രോസിന്റെ അമ്മായി അമ്മയെ. അന്ന് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. സ്ത്രീകൾ സമൂഹത്തിൽ അവർക്ക് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല, മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ലേഖനമൊക്കെ എഴുതിയപ്പോ ഇങ്ങനെ പറഞ്ഞു, അവിടെ സ്ത്രീ എന്നില്ല, പുരുഷൻ എന്നില്ല. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈ പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാടല്ല. പഴയ നിയമത്തിൽ എങ്ങനാ ഒരു സ്ത്രീയോട് അവളുടെ ഭർത്താവിന് അവരുടെ അപ്പന് എന്ത് വേണമെങ്കിലും ചെയ്യാം, തല്ലിക്കൊന്നാൽ പോലും നിയമപരമായി ചോദ്യം ചെയ്യപ്പെടില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അങ്ങനൊരു കാലഘട്ടത്തിൽ യേശു ചെയ്തതായ അത്ഭുത പ്രവർത്തികളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് ഓരോ അത്ഭുതങ്ങളിലേക്ക് കടന്നു പോകാം. ഒന്ന്, ക്ലെൻസിങ് ദ സോഷ്യൽ ഔട്ട്കാസ്റ്റ്. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതായ കുഷ്ഠരോഗിയുടെ സൗഖ്യമാണ് നമ്മളിവിടെ ആദ്യമായി ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. ഇവിടെ ഈ കുഷ്ഠരോഗിയുടെ സൗഖ്യം. കുഷ്ഠരോഗി എങ്ങനാ സൗഖ്യമായത്? ഒന്ന്, ഈ കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഒരു കുഷ്ഠരോഗിക്ക് ഒരിക്കലും അങ്ങനെ ഒരു റബിയുടെ, ഒരു പ്രവാചകന്റെ, ഒരു ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലാനെന്നല്ല, ഒരു സാധാരണ മനുഷ്യന്റെ അടുത്തേക്ക് പോലും ചെല്ലാൻ അനുവാദമില്ല. പക്ഷെ ഈ കുഷ്ഠരോഗി എന്ത് ചെയ്യുകയാണ്? അവൻ ധൈര്യത്തോടെ എന്ത് ചെയ്തു? യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു കുഷ്ഠരോഗം മാറുക എന്ന് പറയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് തുല്യമായ ഒരു കാര്യമായിട്ടാണ് ചിന്തിച്ചത്. എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കരമായ ഒരു കാര്യമായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നയമാന്റെ കുഷ്ഠരോഗം മാറിയ സംഭവം നമുക്കറിയാം അല്ലേ? 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തില് ഈ അരാം രാജാവിന്റെ സൈന്യാധിപനാണ് നയമാൻ. അരാം രാജാവിന്റെ കയ്യിൽ നിന്ന് ഒരു എഴുത്ത് മേടിച്ചുകൊണ്ട് ഇസ്രായേൽ രാജാവിന്റെ അടുത്തേക്ക് പോവുക. എന്തിനാ? ഇവൻ കുഷ്ഠരോഗിയാണ്, ഇവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കണം. ഈ എഴുത്ത് ഇസ്രായേൽ രാജാവിന്റെ കൈ കൊടുത്തപ്പോ ഇസ്രായേൽ രാജാവ് എന്താ ചെയ്തതെന്നാണ് 2 രാജാക്കന്മാർ 5:7 പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ഇസ്രായേൽ രാജാവ് എഴുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി, അവൻ ഇതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? ഇതെന്താ കുഷ്ഠരോഗം മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം പറയാൻ കാരണം? അതിന്റെ കാരണം കുഷ്ഠരോഗം മാറ്റുക എന്ന് പറഞ്ഞാൽ അസാധ്യമായൊരു കാര്യമാണെന്നാണ് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? യേശുവിന്റെ അടുത്ത് വന്നിട്ട് ഈ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുള്ള സമൂഹത്തിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എന്നെ സൗഖ്യമാക്കണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ യേശുവിന്റെ അടുത്ത് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ കുഷ്ഠരോഗി തിരിച്ചറിഞ്ഞു. ഇവൻ ഒരു റബിയുടെ അടുക്കൽ പോയാൽ നടക്കില്ലെന്ന് അവൻ അറിയാം. യേശുവിന്റെ അടുക്കൽ അവൻ ധൈര്യത്തോടെ ചെല്ലാനായിട്ടിടയായി തീർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവൻ യേശുവിന്റെ മുമ്പിൽ
മുട്ടുകുത്തുകയാണ്. ഇതെന്തിനാ യോഹന്നാൻ അതൊക്കെ ഇവിടെ എഴുതി വെക്കുന്നത്? യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ കൊള്ളാകുന്നവനാണെന്ന്, യേശുവിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ കൊള്ളാവുന്നവനാണെന്ന്, യേശുവിനെ ആരാധിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് ഈ സുവിശേഷം വായിക്കുന്ന യഹൂദൻ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് മത്തായി എന്ത് ചെയ്തത്? ഈ കുഷ്ഠരോഗി വന്ന് യേശുവിന്റെ മുമ്പിൽ നമസ്കരിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ എന്തിനാ എഴുതി വെച്ച്? ആ സൗഖ്യമാക്കി അങ്ങ് എഴുതിപ്പോയാ പോരായിരുന്നു? അതിലെ പ്രാധാന്യമാണ് യഹൂദന്. അതുകൊണ്ടാണ് ഈ 4 സുവിശേഷങ്ങളിലും 4 രീതിയിലാണ് ഓരോ സംഭവങ്ങളെ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അത് ആരെ അഡ്രസ് ചെയ്തിരിക്കുന്നു, ആ അഡ്രസ് ചെയ്യുന്നവർക്ക് എന്താണോ മനസ്സിലാകേണ്ടതിന് അതനുസരിച്ചാണ് കാര്യങ്ങളെ വിശദീകരിച്ചിരിക്കുന്നത്. പിന്നെ അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇഫ് യു ആർ വില്ലിങ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അതൊരു ചങ്ക് തകർക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആണോ അല്ലയോ? അവനത് പറയുമ്പോ അവന്റെ ചങ്ക് തകർന്നുകൊണ്ട് അവൻ പറയാം. കാരണം എന്നാന്നറിയാമോ? അവൻ കണ്ടിട്ടുള്ള ഓരോ റബിമാരും ഇവന് സൗഖ്യം വരണമെന്ന ഒരു ചിന്ത പോലും അവരുടെ ഉള്ളിലില്ല. ഈ യേശു എന്ന ഗുരുവിന്റെ അടുക്കിലേക്ക് അവൻ വരുമ്പോ അവൻ പറയുകയാണ്, യേശുവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് നടക്കും. അവന്റെ വിശ്വാസം അവൻ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന് 2 ആസ്പെക്റ്റാ ഉള്ളത്. ഒന്ന്, എന്നെ കുറിച്ച് മനസ്സുള്ള, അല്ലെങ്കിൽ എന്നെ കുറിച്ച് കരുതലുള്ള ഒരു കർത്താവ്, എന്റെ പ്രതിസന്ധിയെ കുറിച്ച് കരുതലുള്ള ഒരു കർത്താവിനെയാണ് ഇവിടെ മത്തായി വരച്ചു കാണിക്കുന്നത്. 2, അവന് മനസ്സുണ്ടെങ്കിൽ നിനക്ക് സൗഖ്യമുണ്ട്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കൂ? എന്ത് പ്രാർത്ഥിച്ചാലും നടക്കൂ? അവന് മനസ്സുണ്ടെങ്കിൽ. അവന്റെ മനസ്സ് എവിടെയാണോ, അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ അവന്റെ ഇഷ്ടപ്രകാരം എന്തപേക്ഷിച്ചാലും അത് ലഭിക്കുമെന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകും. 1 യോഹന്നാൻ 5-ാം അധ്യായം 13-ാം വാക്യം. നമ്മള് അവന്റെ നാമത്തിൽ അപേക്ഷിച്ചു എന്നുള്ളത് പറയുമ്പോ എന്താണ് ഈ അവന്റെ നാമത്തിൽ അപേക്ഷിക്കുക? അവന്റെ ഇഷ്ടപ്രകാരം. അവന്റെ മനസ്സാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാനായിട്ടിടയായിത്തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള വിഷയങ്ങൾക്ക് വേണ്ടി അവന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലണം. കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യം, അല്ലെങ്കിൽ കർത്താവ് വെറുക്കുന്ന കാര്യം നടക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അങ്ങനെ പ്രാർത്ഥിക്കരുത്. യേശുവിന്റെ നാമം വൃഥാ എടുക്കരുത്. ഇവിടെ ഈ മനുഷ്യൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ സമർപ്പണമാണ്, ഒരു ദൈവ വൈതലിന്റെ സമർപ്പണം. അതിന് വേറൊരു ആശയം ഉണ്ട്. കർത്താവ്, ഇതല്ല എന്റെ പ്രയോറിറ്റി, എനിക്ക് നിന്നെയാണ് വേണ്ടത്. എന്റെ സൗഖ്യം 2ാമത്തെ കാര്യമാണ്. എനിക്ക് നിന്നെയാണ് വേണ്ടത്, എന്റെ സൗഖ്യം 2ാമത്തെ കാര്യമാണ്. ഇതിനെ ചില ആളുകൾ വിചാരിക്കുന്നത്, അവൻ അത്രയും വിശ്വാസം ഉള്ളല്ല. ചില ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ പറയുന്നത് ഇവനാണ് കൂടുതൽ വിശ്വാസമുള്ളത്. കാരണം എന്താ? കർത്താവ്, എനിക്ക് സൗഖ്യത്തെക്കാൾ വലുത് നീയാണെന്നാണ് അതിന്റെ അർത്ഥം. അതായത് എനിക്ക് സൗഖ്യമായില്ലേലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? എന്നെ സൗഖ്യമാക്കിയാൽ ഞാൻ നിന്നെ അനുഗമിക്കാം, എന്നെ വിടുവിച്ചാൽ ഞാൻ നിന്റെ പുറകെ വരാം, എനിക്ക് സമൃദ്ധി ഉണ്ടായാൽ ഞാൻ നിന്റെ പുറകെ വരാം. നോ, സമൃദ്ധി ഉണ്ടായാലും ഇല്ലെങ്കിലും, എന്റെ ഭൗതിക ആവശ്യം നടന്നാലും ഇല്ലെങ്കിലും, കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സമർപ്പണമാണ് ഒരു ദൈവ വൈതലിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ സമർപ്പണം അങ്ങനത്തേതാണോ? എനിക്ക് കിട്ടുന്ന ലാഭത്തിനനുസരിച്ച്, അല്ലേ,
ആ മനസ്സുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നേർച്ച ഇട്ടേച്ച്, അതായത് ഞാൻ ഇന്ന വഴിക്ക് പോവുകയാണ്, എന്റെ യാത്രയിൽ എന്നെ കരുതണം, അതിനുള്ള കൈക്കൂലി 5 രൂപ. കാര്യം ഈ 5 കൊടുത്തില്ലെങ്കിൽ, സംരക്ഷിച്ചില്ലെങ്കിലോ എന്നുള്ള മൗഢ്യത്തിൽ നിന്നാണ്, ഭോഷത്വത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ദൈവം എന്തോ നിങ്ങളുടെ 5 രൂപ കിട്ടാത്തത് കൊണ്ട്, നീ 5 രൂപ ഇട്ടില്ലല്ലേ, കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നമ്മൾ അങ്ങനെ കുറച്ച് കാണരുത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, വിശ്വാസത്തോടെ അവൻ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അടുത്തേക്ക് ചെല്ലാൻ അനുവാദമില്ലാത്ത ഈ മനുഷ്യൻ യേശുവിന്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലുകയാണ്. പിന്നീട് നമ്മളവിടെ കാണുന്നത് എന്താ? യേശു എങ്ങനെ അവനോട് മറുപടി പറഞ്ഞു? 3-ാമത്തെ വാക്യത്തിൽ, യേശു കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഇത് ആരാ തൊട്ടെ? യേശു അശുദ്ധരെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന കുഷ്ഠരോഗിയെ തൊട്ടു. പ്രിയപ്പെട്ടവരെ, അതാണ് യേശു. അതാണ് യേശു. ഈ അവൻ നമ്മളെ തൊട്ടാൽ അവൻ അശുദ്ധമാവുകയല്ല, നാം ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. യേശു തൊടുമ്പോൾ യേശു അശുദ്ധനാവുകയല്ല, യേശു തൊടുന്നവൻ ശുദ്ധനാവുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. റബ്ബിമാരൊക്കെ എന്നെ തൊടല്ലേ എന്നെ തൊടല്ലേ എന്നും പറഞ്ഞ് മാറി മാറി നടക്കുമ്പോ യേശു കേവലം ഒരു റബി അല്ല, അവൻ ദൈവത്താൽ അയക്കപ്പെട്ട മശിഹയാണെന്ന് മത്തായി ഒരിക്കൽ കൂടെ വിളിച്ചു പറയുകയാണ്. ഇത് ഞാൻ പറയട്ടെ, നമ്മളെ ആരും തൊട്ടില്ലേലും തൊടാൻ മനസ്സുള്ളൊരു യേശുണ്ട്. സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നത് ഒരു 20 വർഷമെങ്കിലും ആയിക്കാണും, കുഷ്ഠരോഗ ആശുപത്രിയിൽ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ രോഗികള് ചലവലിച്ചിങ്ങനെ കിടക്കുക. എനിക്ക് അന്നേരം 20 വയസ്സ് പോലും പ്രായമില്ല. അപ്പൊ ഇങ്ങനെ കുറെ പഴയ തുണിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അവരെ ശുശ്രൂഷിക്കാൻ. ഒരച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ബേസിലെ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി. എനിക്കൊരു മടി. അച്ഛൻ പറയണം, ബേസിൽ മടിയാണെങ്കിൽ മാറി, ഞാൻ ചെയ്യാം. ഇല്ല അച്ഛാ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയോ ചെയ്തു. യേശു അങ്ങനല്ല, ഇല്ലേ? നമ്മളാണെങ്കിൽ എങ്ങനെ ആയിരിക്കും തൊടുന്നത്? ഗ്ലൗ അന്ന് എൻ്റെ കയ്യിൽ ഗ്ലൗ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ഒരു അറപ്പോടെ, ഒരു അകൽച്ച കാണിച്ചോണം, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയോടെയാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ യേശു അങ്ങനല്ല, മനസ്സോടെ. എനിക്ക് മനസ്സുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ കഷ്ടതയുടെ നടുവിൽ, നമ്മളെ എല്ലാവരും വെറുക്കപ്പെട്ടവരായിരിക്കുമ്പോൾ, നമ്മൾ മാറ്റി നിർത്തപ്പെട്ടവരാകുമ്പോൾ യേശു നമ്മളെ കാണുന്നത് അങ്ങനല്ല, മനസ്സോടെ അവൻ അവരെ തൊട്ടു. ഹല്ലേലൂയ. യേശു മനസ്സുള്ളവനാണ്, മനസ്സുള്ളവനാണ്. അവന് തൊടാൻ മനസ്സുണ്ട്, നിന്നെ ശുദ്ധമാക്കാൻ മനസ്സുണ്ട്. ദൈവത്തിന് സ്തോത്രം. The compassionate touch of Jesus. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് നിന്നെ തൊടാൻ മനസ്സുണ്ട്. പിന്നീട് നമ്മളവിടെ കാണുന്നത് എന്താണെന്ന് അറിയാമോ? 4-ാമത്തെ വാക്യത്തിൽ യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്, അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. ഇതെന്തിനാ ഇങ്ങനെ എഴുതി വെച്ചേ? നീ ചെന്ന് ഇതെല്ലാവരോടും പറയാനല്ലേ പറയേണ്ടത്? പക്ഷെ അവരോട് പറയാണ്, ആരോടും പറയരുത്. ആരോട് മാത്രമേ പറയാവുള്ളൂ? പുരോഹിതൻ. നിനക്ക് പുരോഹിതനോട് യേശു സൗഖ്യമാക്കിയതെന്ന് പറയാനല്ല, തന്റെ ശരീരം കൊണ്ടുപോയി കാണിക്കാനാണ്. കൊണ്ടുപോയി കാണിച്ചു കഴിയുമ്പോ അവിടെ പറയാണ്, അവർക്ക് സാക്ഷ്യത്തിനായി. അപ്പൊ അവർ ചോദിക്കും, ഇതെങ്ങനെ സൗഖ്യമായേ? അപ്പൊ പറയണം, മശിഹായെ എന്നുള്ള മശിഹ വന്നു എന്നുള്ളതിന്റെ സാക്ഷ്യത്തിനായി. ഇത് ആദ്യം ആരെ അറിയിക്കേണ്ടതെന്നാണ് മത്തായി പറയുന്നത്. അതായത് മശിഹ ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് ആദ്യം ആരെ അറിയിക്കണം? പുരോഹിതനെ അറിയിക്കണം. അതിനാണ് ഇവിടെ പറയുന്നത്, നീ ചെന്ന് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ അത് യേശു ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കണം.
യേശു ആരാണെന്ന് വെളിപ്പെടുത്താനാണ് അത്ഭുതം. അല്ലാണ്ട് അത്ഭുതം ചെയ്തയാള് ഞാൻ പ്രാർത്ഥിച്ച ഒരാൾക്ക് സൗഖ്യമായി ബേസിൽ വലിയ പുള്ളിയാന്ന് കാണിക്കാനല്ല. ബേസിൽ ആരുടെ നാമത്തിൽ പ്രാർത്ഥിച്ചോ അവനാരാണെന്ന് ബോധ്യപ്പെടുത്താൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ക്ലെൻസിങ് ദ സോഷ്യൽ ഔട്ട്കാസ്റ്റ്, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു മനുഷ്യൻ സൗഖ്യമായ ചരിത്രമാണ് ഈ വേദഭാഗം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളെ സുവിശേഷത്തെ പ്രതിയോ സമൂഹത്തിൽ നിന്ന് ആര് മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താത്ത ഒരു കർത്താവുണ്ട്. നമ്മൾ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ ഈ സമൂഹം നമ്മളെ മാറ്റി നിർത്തും, ഒറ്റപ്പെടുത്തും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? നിരാശപ്പെടരുത്. നമ്മളെ മാറ്റി നിർത്താത്ത ഒരു കർത്താവുണ്ട്. ഈ വചനം എടുക്കുന്നത് കൊണ്ട് നമ്മളെ പരിഹസിച്ചാലും ഒറ്റപ്പെടുത്തിയാലും നിന്ദിച്ചാലും നമ്മൾ നിരാശപ്പെടരുത്. നമ്മളെ മാറ്റി നിർത്താത്ത ഒരു കർത്താവുണ്ട്. രണ്ടാമതായി നമ്മളവിടെ കാണുന്നത് ജാതീയമായി മാറ്റി നിർത്തപ്പെട്ട ഒരു മനുഷ്യൻ. ആരാണ്? ശതാധിപൻ. നോക്കിയാട്ടെ 5 മുതലുള്ള വാക്യങ്ങൾ, മത്തായി 8:5 മുതൽ. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, കഫർന്നഹൂം. നമ്മൾ ഈ സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് കാണുന്ന ഒരു പ്രയോഗമാണ് കഫർന്നഹൂം. കഫർന്നഹൂം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശുശ്രൂഷയുടെ ഒരു രണ്ടാമത്തെ ഹോം ടൗൺ ആണ് ഈ കഫർന്നഹൂം. അല്ലെങ്കിൽ യേശുവിന്റെ ശുശ്രൂഷയിൽ യേശു കഫർന്നഹൂം കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കഫർന്നഹൂമിൽ താമസിച്ചുകൊണ്ട്, കഫർന്നഹൂം എന്ന് പറയുന്ന, ഞാനിപ്പോ എറണാകുളത്ത് താമസിച്ചുകൊണ്ട് എവിടെ വരുന്നുണ്ട്? കൂത്താട്ടുകുളത്ത് വരുന്നുണ്ട്, കോട്ടയത്ത് പോകുന്നുണ്ട് എന്ന് പറയുന്ന പോലെ കഫർന്നഹൂമിൽ താമസിച്ചുകൊണ്ട് ഈ ആവശ്യമുണ്ടെങ്കിൽ കൂത്താട്ടുകുളത്ത് ഒരു ദിവസം നിൽക്കും, കോട്ടയത്ത് ഒരു ദിവസം നിൽക്കും, അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കും. അടുത്ത ആഴ്ച ഞാൻ കൂടുതൽ ദിവസം തിരുവല്ലായി പോയി നിൽക്കും. ഒരാഴ്ചയോളം തിരുവല്ലായി പോയി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? യേശു കഫർന്നഹൂം എന്ന് പറയുന്നത് ഒരു സെന്റർ ആയിട്ട് എടുത്തുകൊണ്ട് കഫർന്നഹൂം കേന്ദ്രമാക്കി മറ്റു സ്ഥലങ്ങളിൽ ചുറ്റുപാടുകളിൽ പ്രവർത്തിക്കുക. അതുകൊണ്ട് ഈ കഫർന്നഹൂമിന് ഒരു പ്രാധാന്യമുണ്ട്. ഇനി ഇവിടെ ഈ ശതാധിപൻ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വളരെ പ്രതീക്ഷയോടെ ചെല്ലുകയാണ്. കർത്താവേ, എന്റെ ബാല്യക്കാരൻ. ആ ശതാധിപനെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിക്കാൻ അവിടെ ഒരു വകയുണ്ടല്ലേ. അദ്ദേഹത്തിന് തന്റെ ദാസനോടുള്ളതായ സ്നേഹം. അന്നത്തെ കാലത്ത് മക്കളെ പോലും രോഗം വന്നാൽ കളയുന്ന ഒരു കാലഘട്ടമാണ്. റോമൻ നിയമം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. അന്നത്തെ റോമൻ നിയമം അനുസരിച്ച് ഒരു സ്വന്തം മകനെ കൊന്നുകളഞ്ഞാൽ പോലും നിയമപരമായിട്ട് അപ്പനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പനാണ് സമ്പൂർണ്ണ അധികാരം. അപ്പൊ ഒരു അടിമയുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് പൗലോസ് ലേഖനമൊക്കെ എഴുതുമ്പോ യജമാനന്മാരോട് പറയുന്നത്, നിന്റെ ദാസന്മാർ എന്ത് ചെയ്തോണം? നിനക്ക് സ്വർഗത്തിലൊരു യജമാനുണ്ടെന്ന് ഓർത്തുകൊണ്ട് വേണം നീ നിന്റെ ദാസനോട് പെരുമാറാൻ എന്നൊക്കെ പറയുന്നു. ഓക്കെ, അത് വേറൊരു കാര്യമാണ്. അല്ല, എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നു. ഫിലേമോൻ ലേഖനത്തിലും ദാസനെ കുറിച്ച് ഫിലേമോനോട് പറയുന്നുണ്ട്, ഒനേസിമോസിനെ കുറിച്ച്. ഓക്കെ, അപ്പോ ഇവിടെ വളരെ പ്രതീക്ഷയോടെ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു ശതാധിപനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്താ യേശുവിന്റെ പ്രതികരണം? യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചേ, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. ഒരു പുറജാതിക്കാരനായ ശതാധിപന്റെ വീട്ടിൽ യഹൂദനായ യേശു പോവുകയോ? അതാണ് ഇവിടുത്തെ പ്രസക്തി. ഒരു പുറജാതിക്കാരനായ ശതാധിപന്റെ വീട്ടിൽ യഹൂദനായിരിക്കുന്ന യേശു പോവുക എന്ന് പറയുന്നത് അന്നത്തെ കോണ്ടെക്സ്റ്റിൽ പാടില്ലാത്തതാണ്. പക്ഷെ യേശു പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യും? വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് വലിയ പ്രസക്തിയുണ്ട്. മശിഹ കേവല യഹൂദന്റെ അല്ല. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ, ഇതിനെ ഞാൻ വേറൊരു രീതിയിൽ വിശദീകരിക്കട്ടെ. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ക്രമം
അല്ലെങ്കിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആദ്യം ഇസ്രായേലിൽ ആദ്യം ഒരു ഇസ്രായേൽക്കാരനായ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. ഇനി അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ്? ജാതികളുടെ അടുക്കലേക്ക്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് ആദ്യം എവിടാ? യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സകല ജാതികളുടെ അടുക്കിലേക്ക്. ആ ക്രമമാണ് ഇവിടെ. ആദ്യം ഒരു യഹൂദനെ സൗഖ്യമാക്കി, അത് കഴിഞ്ഞിട്ട് ആരെയും സൗഖ്യമാക്കുന്നത്, സൗഖ്യമാക്കാൻ തയ്യാറാകുന്നത് ജാതികളുടെ അടുക്കലേക്ക് യേശു ഇറങ്ങി ചെല്ലുകയാണ്. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ ട്വിസ്റ്റ്? യേശുവിന്റെ അധികാരത്തെ ജാതികൾ അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ ഭാഗം. ശതാധിപൻ എങ്ങനാ പ്രതികരിച്ചെന്ന് നോക്കിയേ. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ മത്തായി ഇത് ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നതിന്റെ കാര്യമല്ല. ശതാധിപൻ പറയാണ്, എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യം വരും. അത്രയും പറഞ്ഞാൽ പോരായിരുന്നു. പക്ഷെ ഈ ശതാധിപൻ പറയുന്ന ബാക്കി വാക്കുകൾ എഴുതിയതിന്റെ കാരണം എന്താണെന്നറിയാമോ? താൻ അധികാരമുള്ള ഒരാളാണ്. ഞാൻ ഒരാളോട് വരാൻ പറഞ്ഞാൽ വരും, പോകാൻ പറഞ്ഞാൽ പോകും. അങ്ങനാണെങ്കിൽ കർത്താവേ, നിനക്ക് എന്തൊരു വലിയ അധികാരമാണ് ഉള്ളത്. ഈ യേശുവിന്റെ അധികാരം ജാതികൾ വരെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് മത്തായി ഈ വാക്കുകൾ രേഖപ്പെടുത്തിയത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ എന്തിനാ ഇങ്ങനെ എഴുതി വെച്ചേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം 8-ാം വാക്യത്തിനാ കൂടുതൽ പ്രാധാന്യം. പക്ഷെ മത്തായി എഴുതി വന്നപ്പോ 9-ാം വാക്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അധികാരത്തെ ജാതികൾ അംഗീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ മത്തായി പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷം വായിക്കുന്ന യഹൂദന്മാരോട് മത്തായി പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ജാതികൾ എന്ത് ചെയ്തു കഴിഞ്ഞു? യേശുവിന്റെ അധികാരത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ യഹൂദന്മാർ ഇതുവരെ യേശുവിനെ മശിഹയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അവരിപ്പോഴും മറ്റൊരു മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ യൂറോപ്പിലേക്ക് നോക്കിയാൽ, അമേരിക്കയിലേക്ക് നോക്കിയാൽ, ഇംഗ്ലണ്ടിലേക്ക് നോക്കിയാൽ, ഇന്ത്യയിലേക്ക് നോക്കിയാൽ, അറബി രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ, അവിടെ എല്ലാം ഈ സുവിശേഷം പരന്നിരിക്കുന്നു. യേശുവിന്റെ അധികാരത്തെ ജാതികൾ അംഗീകരിച്ചു കഴിഞ്ഞു. അവര് യേശു മാത്രം കർത്താവെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അത് ഏറ്റു പറഞ്ഞു, യേശു മാത്രം കർത്താവ്. യഹൂദനോട് പറയുകയാണ്, വേണമെങ്കിൽ വിശ്വസിച്ചോ, വേണമെങ്കിൽ അംഗീകരിച്ചോ. ഇതാണ് മത്തായി അവിടെ കൊടുക്കുന്നതായ സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, സുവിശേഷം, യേശുവിന്റെ നാമം ജാതികളുടെ ഇടയിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മുട്ടും മടങ്ങുന്ന ഒരു ദിവസം വരും. എല്ലാ നാവും യേശു മാത്രം കർത്താവെന്ന് ഏറ്റുപാടുന്ന ഒരു ദിവസം വരും. മത്തായി യഹൂദനോട് പറയുന്ന സന്ദേശം ഇതാണ്, വേണമെങ്കിൽ. കണ്ടോ, ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. ആദ്യം ഒരു യഹൂദനെ സൗഖ്യമാക്കി. അവിടെ നിന്ന് ജാതികളുടെ ഇടയിലേക്ക് യേശുവിന്റെ ശുശ്രൂഷ പരക്കുകയാണ്. 10 മുതലുള്ള വാക്യങ്ങളിൽ യേശു അവന്റെ വിശ്വാസത്തിൽ അത്ഭുതപ്പെടുകയാണ്. The amazement of Jesus over such great faith in a Gentile. ജാതിയിൽ നിന്നുള്ളൊരു മനുഷ്യന് ഇത്രയും വിശ്വാസം, അതാണ് യേശുവിന്റെ പ്രതികരണം. നോക്കിയേ 10 മുതലുള്ള വാക്യം. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ആരോടാ പറഞ്ഞേ? പുറകെ വന്നവരോടാ പറഞ്ഞത്. അതാണ് അതിന്റെ പ്രസക്തി. ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും അനേകർ വന്ന്
അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇതെന്താ ഇവിടെ വിശദീകരിക്കുന്നത്? യഹൂദന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. കണ്ടോ, ഇസ്രായേൽ ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, അല്ലെ? സ്തോത്രം. പക്ഷെ അവിടെ തീരെയല്ല. ഈ ജാതീയനായി മനുഷ്യന്റെ ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ട് യേശു പറയുകയാണ്, ഇവൻ ആരുടെ കൂടെ പന്തിക്കിരിക്കും? ആ വാക്കുകൾക്ക് പ്രസക്തി. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് എന്ന് പറഞ്ഞാൽ ജാതികളിൽ നിന്ന് അനേകർ വന്നിട്ട് ആരുടെ കൂടെ പന്തിക്കിരിക്കുന്നേ? ആ നിങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും കൂടെ. ഇത് കേൾക്കുന്ന യഹൂദൻ അതെങ്ങനെ ശരിയാവും? അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെയും കൂടെ ഞങ്ങളല്ല ബന്ധിക്കിരിക്കേണ്ടത്. യേശു കർത്താവ് പറയാണ്, നോ, നിങ്ങൾ ഇരുന്നില്ലെങ്കിൽ ആരാ ഇരിക്കാൻ പോകുന്നേ? നിങ്ങൾ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും ജാതികൾ എന്ത് ചെയ്യും? അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും കൂടെ പന്തിക്കിരിക്കും. ഇതിലും വലിയൊരു വെല്ലുവിളി വേറെ അല്ലേ? ഇത് വായിക്കുന്ന യഹൂദൻ ഇതെന്താ ഈ കേൾക്കുന്നതെന്നാ അവൻ ഇത് കേൾക്കുന്നത്. 12-ാം വാക്യത്തിൽ പറയുന്നുണ്ടോ, രാജ്യത്തിന്റെ പുത്രന്മാർ. ആരാ ഈ രാജ്യത്തിന്റെ പുത്രന്മാർ? ഇസ്രായേൽ രാജ്യത്തിന്റെ പുത്രന്മാരെ വിളിക്കുക, അല്ലെങ്കിൽ യഹൂദന്മാരെ കുറിച്ച് പറയാം. നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ, നിങ്ങൾ ഈ യേശുവിന്റെ അധികാരം അംഗീകരിച്ചില്ലെങ്കിൽ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇപ്പൊ മനസ്സിലായോ? ഇത് യഹൂദന്മാർക്ക് തന്നെ എഴുതിയതാണ്, ഇല്ലേ? യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതുകയാണ്. നിങ്ങളിത് യേശുവിന്റെ അധികാരത്തെ അംഗീകരിച്ചില്ലെങ്കിൽ, അവനാണ് മശിഹ എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് അവൻ നിങ്ങളെ തള്ളിക്കളയും. ഇന്ന് ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊരു യഹൂദന് മാത്രം ബാധകമായ കാര്യമൊന്നുമല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ, യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചില്ലെങ്കിൽ, ഓരോ വ്യക്തിക്കും സംഭവിക്കാനിരിക്കുന്ന ശിക്ഷാവിധിയാണ് പുറത്തുള്ള ഇരുട്ടിലേക്ക്, നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിന്റെ ഇരുട്ടിലേക്ക് തള്ളിക്കളയുമെന്നുള്ളത് തിരുവചനത്തിന്റെ പഠിപ്പിക്കലാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിക്കണം. അവർ യേശുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. ഈ വലിയ ശിക്ഷാവിധിയാണ്, നമ്മളതിനെ നിസ്സാരമായി കാണരുത്. നമ്മുടെ മക്കൾക്ക് 6 അക്ക ശമ്പളം കിട്ടിയാലും കിട്ടിയില്ലേലും അവര് സ്വർഗത്തിൽ പോകണമെന്നാണ് നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത്. കാനഡയ്ക്കുള്ള വിസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവർ രക്ഷിക്കപ്പെടണമെന്നാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഒന്ന്, നമ്മൾ കണ്ടു, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനെ യേശു സൗഖ്യമാക്കും. 2, ജാതികളിൽ മാറ്റി നിർത്തപ്പെട്ടവനെ യേശു സൗഖ്യമാക്കും. അവിടെ 13-ാമത്തെ വാക്യത്തിൽ യേശു ആ ശതാധിപനോട് പറയുന്നത് ഇങ്ങനെയാണ്: പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ആ അത്ഭുതം അവിടെ അങ്ങ് വാസ്തവത്തിൽ മത്തായി ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. കൂടുതൽ വിശദീകരിച്ചെന്താ? ആ യഹൂദനോടുള്ള മെസ്സേജാണ്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അത്ഭുതമാണ് പറഞ്ഞത്, പക്ഷെ അത്ഭുതത്തിലൂടെ മെസ്സേജാണ് മത്തായി പറയാനായിട്ട് ശ്രമിച്ചത്. ദ അനൗൺസ്മെന്റ് ഓഫ് ദ ഹീലിംഗ് അക്കംപ്ലിഷ്ഡ് റിമോട്ട്ലി. യേശു അവന്റെ വീട്ടിൽ പോയോ? ഇല്ല. അവിടെ നിന്നുകൊണ്ട് തന്നെ ആ നാഴികയിൽ തന്നെ സൗഖ്യം വന്നെന്നാണ് അവിടെ എഴുതിയത്. ഒരു കാര്യം പറഞ്ഞു, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. അവന്റെ ആ വിശ്വാസത്തെ കർത്താവ് ആദരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം.
മൂന്നാമത്തെ അത്ഭുതം, പത്രോസിന്റെ അമ്മാവി അമ്മയുടെ സൗഖ്യം. അല്ലെങ്കിൽ ഒരു സ്ത്രീയെ യേശു സൗഖ്യമാക്കുക. ഈ ബൈബിളിൽ യേശു സൗഖ്യമാക്കിയ സ്ത്രീകളെയൊക്കെ എടുത്തെഴുതിയിരിക്കുന്നുണ്ട് അല്ലേ? രക്തസ്രാവക്കാരിയുടെ സൗഖ്യം, പിന്നെ കൂനിയായ ഒരു സ്ത്രീയുടെ സൗഖ്യം, ഇവിടെ പത്രോസിന്റെ അമ്മാവി അമ്മയുടെ സൗഖ്യം. 14-15 വാക്യം. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ അവന്റെ അമ്മാവി അമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു, അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. ഈ 3 അത്ഭുതങ്ങളും തമ്മിൽ മൂന്നാമത്തെ അത്ഭുതത്തിനൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ആദ്യത്തെ 2 അത്ഭുതത്തിലും കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നു, ശതാധിപൻ യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നു. ഇവിടെ യേശു പത്രോസിന്റെ അമ്മാവി അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. നിനക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ നിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു യേശുവിനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. സ്തോത്രം. നിനക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ യേശു നിന്റെ അടുത്തേക്ക് വരും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ പത്രോസ് എന്നെ യേശു തേടി പിടിക്കുകയായിരുന്നു. പത്രോസ് യേശുവിനെ അനുഗമിച്ചതല്ല, യേശു പത്രോസിനെ അനുഗമിച്ചു. എപ്പോ വരെയാണെന്നറിയാമോ? പത്രോസ് യേശുവിനെ അനുഗമിക്കുന്നത് വരെ. പത്രോസ് യേശുവിനെ അനുഗമിക്കുന്നത് വരെ യേശു പത്രോസിന്റെ പുറകെയാണ്. അന്ത്രയോസ്, ഞാനിത് ഇവിടെ പറഞ്ഞിട്ടില്ലേ? തോന്നുന്നുണ്ട്, നമുക്ക് കുഴപ്പമില്ല, എന്നോടെ പറയാം. പത്രോസ് യേശുവിനെ ആദ്യമായിട്ട് കാണുന്ന എപ്പോഴാണ്? അന്ത്രയോസ് വന്ന് പത്രോസിനോട് പറയണം, എടാ മശിഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോ പത്രോസ് അന്ത്രയോസിന്റെ കൂടെ പോയി യേശുവിനെ കണ്ടു. യേശു ആദ്യം കണ്ടപ്പോ തന്നെ പറഞ്ഞു, നീ കാഫേ ആവും. ഇത് കേട്ട പത്രോസിന് വല്ല കുരുക്കുണ്ടോ? പത്രോസ് വേറെ വഴിക്ക് പോയി. പിന്നെ പത്രോസ് യേശുവിനെ കാണുന്നത് സിനഗോഗിലാണ്. സിനഗോഗിലിരുന്ന ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സിനഗോഗിൽ യേശു യെശയ്യാപ്രവചനം തുറന്നു വായിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതൽ, ആ ഭാഗം. കുരുടന്മാർക്ക് കാഴ്ചയും ചികടന്മാർക്ക് കേൾവിയും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും, ആ ഭാഗം യേശു ചുരുടുകളെ തുറന്ന് വായിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ മേലായി. ആ കൂടെ പത്രോസും ഉണ്ട്. സിനഗോഗിയിൽ നിന്ന് ഇറങ്ങി യേശു പത്രോസിന്റെ വീട്ടിലേക്ക് നേരെ ചെല്ലുന്നു. അമ്മാവി അമ്മയെ സൗഖ്യമാക്കുന്നു. ഉണ്ടല്ലോ അല്ലെ? ഓർഡർ അനുസരിച്ചല്ല മത്തായി എഴുതിയേക്കണേന്ന് മനസ്സിലായല്ലോ. അമ്മായി അമ്മയെ സൗഖ്യമാക്കി. ഇത് കണ്ട പത്രോസ് അത്ഭുതപ്പെട്ട് കാണും. പക്ഷെ പത്രോസ് യേശുവിനെ അനുഗമിച്ചില്ല. പത്രോസ് പിന്നെ തന്റെ വഴിക്ക് പോയി. പിന്നീടാണ് ലൂക്കോസ് 5-ാം അധ്യായത്തിൽ വലിയ മീൻ പിടുത്തം. പത്രോസ് മീൻ പിടിക്കാൻ പോയി, ഒറ്റ മീനിനെ പോലും കിട്ടിയില്ല. എന്ത് ചെയ്തു? യേശു വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന പത്രോസിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, പടക് കരയിൽ നിന്ന് അല്പം നീക്കണം. യേശു പടകിലിരുന്ന് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോ യേശു പത്രോസിനോട് പറയുകയാണ്, നീ ആഴത്തിലേക്ക് നീക്കി വലയെറിയണം. പത്രോസ് പറഞ്ഞു, കർത്താവേ, കഴിഞ്ഞ രാത്രി ഒന്നും കിട്ടിയില്ല, വല്ല മാർഗം കാണിച്ചു തന്നെയെന്ന്. ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. യേശു അങ്ങോട്ടാ പറയുന്നത്, നീ ആഴത്തിലേക്ക് നീക്കി വല. അവൻ പറഞ്ഞു, വല്ല കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നിനും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പെരുത്ത മീൻകൂട്ടം വലയിൽ നിറഞ്ഞു. അന്ന് വേറൊരു പടകിലിരിക്കുന്ന ആളെ കൂടെ, യോഹന്നാനും യാക്കോബുമാണെന്നാ വേദപണ്ഡിതന്മാര് പറയുന്നത്, അവരെ മാടി വിളിച്ചു. അവര് വന്ന് ഈ വല വലിച്ചു കയറ്റി. ഒരു വള്ളമല്ല, 2 വള്ളം നിറച്ച് മീൻ കൊണ്ടുപോയി. അപ്പോ പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയായൊരു മനുഷ്യനായതുകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞപ്പോ യേശു പറയാണ്, ഞാൻ നിന്നെ വിട്ടുപോകാൻ വന്നതല്ല, നിന്നെ മനുഷ്യരെ പിടിക്കുന്നതാക്കും, എന്നെ അനുഗമിക്കാം. അന്ന് പത്രോസ് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. അതുവരെ യേശു പത്രോസിനെ അനുഗമിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിലെ, നിന്നെ അനുഗമിക്കുന്ന ഒരു യേശു ഉണ്ട്. എപ്പോ വരെ? നീ അവനെ അനുഗമിക്കുന്നത് വരെ. യേശുവിന്റെ സ്നേഹം നിന്റെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാ? യേശുവിനെ അനുഗമിക്കുക. നിനക്ക് ഇപ്പൊ തോന്നും അല്ലേ, ഈ ലോകത്തിന്റെ മോഹമാണ് വലുത്, ലോകത്തിന്റെ സ്വപ്നങ്ങളാണ് വലുത്, ഈ ലോകത്തിൽ എനിക്ക് നേടിയെടുക്കാനുള്ളതാണ് വലുത്, ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളാണ് വലുത്. പക്ഷെ യേശു നിന്റെ പുറകെ വരികയാണ്, മോനെ മോളെ, അതിനേക്കാൾ വലുത് എന്റെ സ്നേഹമാണ്. ഹീലിംഗ് ഓഫ് ദ ഔട്ട്കാസ്റ്റ് ജെൻഡർ. നിനക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും.
റിയാക്ടിങ് ടു എ ക്രിട്ടിക്കൽ ഇൽനെസ്, കിടപ്പിലായ ഒരു രോഗി. അന്നത്തെ കാലത്ത് ഈ പനി എന്ന് പറയുന്ന ഒരു രോഗലക്ഷണമല്ല, രോഗമായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ പനി എന്ന് പറഞ്ഞ ഒരു രോഗമാണെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, അല്ലെ? ഒരു വൈറസ് ബാധിച്ചു, അതിനോടുള്ള ശരീരത്തിന്റെ പ്രതികരണമാണ് പനി. അന്ന് ഈ പത്രോസിന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടപ്പിലാണ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവതരമായ ഗുരുതരമായ പനിയാണെന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ യേശു എന്ത് ചെയ്തു? അവൻ അവരുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. തൊട്ടു, വിട്ടു. യേശു അവരുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. പ്രിയപ്പെട്ടവരെ, അവൻ തൊട്ടാൽ സൗഖ്യമാണ്. നമ്മളിപ്പോ രണ്ട് അത്ഭുതം ഇതിനു മുമ്പുള്ള അത്ഭുതത്തിൽ നമ്മൾ കണ്ടു. കുഷ്ഠരോഗിയെ യേശു തൊട്ടു, അവൻ സൗഖ്യമാക്കി. ഇവിടെ യേശു തൊട്ടു, അവൾ സൗഖ്യമായി. മൂന്നാമതായി അവിടെ കാണുന്നത് എന്താണെന്ന് അറിയാമോ? അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. കിടപ്പിലായ ആളാ. ഇപ്പൊ യേശുവിന് ആരാ ഭക്ഷണം വിളമ്പിയേ? പത്രോസിന്റെ അമ്മാവിയാണ്. ശുശ്രൂഷിക്കത്തക്കവണ്ണം അവളെ സൗഖ്യമാക്കിയ ഒരു കർത്താവിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇൻസ്റ്റന്റേനിയസ് എഫക്റ്റീവ്നെസ് ഓഫ് ജീസസ് പവർ. യേശു ഇതുവരെ കണ്ട 3 അത്ഭുതത്തിലും കുഷ്ഠരോഗിയെ തൊട്ടു, അപ്പോൾ തന്നെ അവൻ സൗഖ്യമായി. ശതാധിപന്റെ ദാസനെ ആ നാഴികയിൽ തന്നെ സൗഖ്യമായി. പത്രോസിന്റെ അമ്മാവി അമ്മയെ യേശു തൊട്ടു, അപ്പോൾ തന്നെ അവള് സൗഖ്യമായി. അതിന്റെ തെളിവായിട്ട് അവിടെ പറയുകയാണ്, അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. ആ നിമിഷം തന്നെ അവളിലൂടെ സൗഖ്യം വ്യാപരിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സൗഖ്യത്തിന്റെ പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് വരികയാണ്. 16 മുതലുള്ളതായ വാക്യങ്ങളിൽ 3 അത്ഭുതങ്ങൾ ഇങ്ങനെ വിവരിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. 16 മുതൽ 18 വരെയുള്ള വാക്യം. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി, സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു. ഇവിടെ ഒരു പ്രത്യേക രോഗസൗഖ്യമല്ല. ഇതാ ഞാൻ പറഞ്ഞത്, 9 രോഗങ്ങള് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 10ാമത്തേത് പൊതുവായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നമ്മൾ വായിച്ചത് എന്താ? ഇവിടെ നമ്മൾ കാണുന്നത് സൗഖ്യമാക്കുന്ന യേശു സൗഖ്യമാക്കിയാണ്. ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കി, അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ദുരാത്മാക്കളെ പുറത്താക്കുക എന്നുള്ളത് മശിഹായുടെ ഒരടയാളമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇനി പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കും. 19ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ, നമുക്ക് പെട്ടെന്നൊന്ന് എടുത്ത് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം തന്നെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 11ാം അധ്യായം. സോറി, അതല്ല ഞാൻ ഉദ്ദേശിച്ച വാക്യം, അതല്ല. റെഫറൻസ് ഓർമ്മയില്ല, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതായത് യേശു തന്നെയാണ് ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവ് എന്താണ് ചോദിച്ചാൽ ഭൂതങ്ങൾ പുറത്താക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷങ്ങളിലൊക്കെ ഈ യഹൂദന്മാര് പ്രതികരിക്കുന്നതിനാണ്. അവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട്, അതായത് ദൈവത്തിന്റെ ശക്തിയാൽ ഒരുവൻ ഭൂതങ്ങളെ പുറത്താക്കാൻ തുടങ്ങിയാൽ അവനാണ് മശിഹ. അതുകൊണ്ടാണ് ഇവിടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ
അപ്പോൾ ആ ഭൂതങ്ങളെ പുറത്താക്കുക എന്നുള്ളത് മെശിഹായുടെ ഒരടയാളമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ, നീ തന്നെയാണോ മെശിഹ എന്നൊരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, കുരുടന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, ഊമർ സംസാരിക്കുന്നു. അത് യോഹന്നാനോട് പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ ഈ ഭൂതങ്ങളെ പുറത്താക്കുക എന്നുള്ളത് മെശിഹായുടെ ഒരു പ്രത്യേകമായിരിക്കുന്ന അടയാളമാണ്. ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ, മത്തായി 8:17, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. അതായത് യേശുവിലൂടെ നടന്നതായ ഈ അത്ഭുതങ്ങളെ യെശയ്യാ പ്രവചനം 53:4 കണക്ട് ചെയ്യുകയാണ് മത്തായി. എന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവചനത്തിൽ നിങ്ങൾ വായിക്കുന്ന മശിഹായെ കുറിച്ചുള്ള പ്രവചനം യേശുവിലൂടെ നിവൃത്തിയായി എന്നുള്ളതാണ് ഇവിടെ മത്തായി പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഈ അത്ഭുതം മത്തായി അതിനെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇനി ഇവിടെ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്, നമുക്കറിയാം യെശയ്യാ പ്രവചനം 53-ാം അധ്യായം യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഒരു മാംസപിണ്ഡം പോലെ ആയെന്നും യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് യേശുവിന്റെ ക്രൂശീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുവരിക്കും. ഈ യെശയ്യാ പ്രവചനത്തിലെ ഈ വാക്യവും അല്ലെങ്കിൽ ഈ പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 2:24 ഒക്കെ വായിച്ചിട്ട് ചിലര് വ്യാഖ്യാനിക്കും, യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഇനി നമുക്ക് ശരീരത്തിൽ ഒരു രോഗം. അത് ശരിയാണോ തെറ്റാണോ? ഇവിടെ 24-ാം വാക്യത്തിൽ വളരെ കൃത്യമായി പത്രോസ് അത് പറയുന്നുണ്ട്. നാം പാപം സംബന്ധിച്ചു മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇത് പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രോഗവും പാപത്തിന്റെ ഫലമാണെന്നാണ് അവൻ ചിന്തിച്ചത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കാണുമ്പോഴേ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്ത്? ഇവനാണോ? ഇവന്റെ അമ്മയപ്പന്മാരാണോ? അപ്പൊ യേശു പറയണം, അതുകൊണ്ടല്ല, അവനിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. യേശു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പനി മാറ്റാനല്ല. യേശു നമ്മുടെ ക്യാൻസർ മാറ്റാൻ യേശുവിന് ക്രൂശിൽ മരിക്കേണ്ട കാര്യമില്ല. ഒരു വാക്ക് കൽപ്പിച്ചാ മതി, സൗഖ്യമാകാതെ പറഞ്ഞാ മതി. ശതാധിപന്റെ വീട്ടിലിരിക്കുന്ന ദാസന് സൗഖ്യം വരും. ഒന്ന് തൊട്ടാ മതി. പക്ഷേ നമ്മുടെ പാപത്തിന്റെ പരിഹാരം അവന്റെ കാൽവരി ക്രൂശിലൂടെയാണ് പരിഹരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിലേക്കാണ് ഇവിടെ മത്തായി വിരൽ ചൂണ്ടുന്നത്. ആ ക്രൂശിക്കപ്പെട്ട യേശുവിങ്കലേക്ക് വഴിവെട്ടുകയാണ് മത്തായി. നിങ്ങൾ ക്രൂശിച്ചവനായ അതേ യേശുവാണ് ഈ അത്ഭുതങ്ങൾ ചെയ്തതെന്ന് മത്തായി ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നു. അതേ, ആ യേശുവാണ് അധികാരത്തോടെ ഈ വീര്യപ്രവർത്തികൾ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ എന്ന് ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടിപ്പിണരാൻ, നമ്മുടെ അവന് നമ്മുടെ ക്യാൻസർ മാറ്റാൻ, അവന് നമ്മുടെ സ്ട്രോക്ക് മാറ്റാൻ, അവന് നമ്മുടെ ഏത് രോഗവും മാറ്റാൻ മനസ്സുണ്ട്. ഹല്ലേലൂയ. അവൻ തൊടുന്നവനാണ്. നാം അവന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നവനാണ്. എന്നാൽ നമ്മുടെ സാക്ഷാൽ രോഗങ്ങളെ അവൻ ചുമന്നു. എന്താണ് നമ്മുടെ യഥാർത്ഥ രോഗം? അത് കുഷ്ഠരോഗമല്ല, അത് പാപമാണ്. അത് പനിയല്ല, ജ്വരമല്ല, കോവിഡല്ല. പിന്നെയോ സാക്ഷാൽ നമ്മുടെ പാപങ്ങളെ
നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസന്നിധി നമിക്കാം, വിനയപൂർവം ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ രോഗക്കിടക്കയെ മാറ്റി വിരിക്കുന്നവനായ ഒരു കർത്താവ്, ധൈര്യത്തോടെ അടുത്ത് എന്നാൽ മനസ്സുള്ളവനായ ഒരു കർത്താവ് ഇന്ന് നമ്മെ തന്നെ അവന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചന പഠനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ കേട്ടതായിരിക്കുന്ന ക്ലാസ്സുകൾ, ദൈവവചനം മറ്റുള്ളവർക്കുമായി പങ്കുവെച്ചു കൊടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനുമായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.